എന്തോന്നടേ സോറി മാൻ. എന്തൊരു പോസ്റ്റാടാ. ഇന്നെന്ത് വർക്കൗട്ട് ചെയ്യാം നമുക്ക്? ഇന്ന് കൈ. ബൈസ്. യാ മാൻ. It's like a loop machine. Yeah. It's like a loop machine. Yeah. What's going on? Yeah. Yeah. What's going on? Yeah. Yeah. Met her in my dreams. She was my queen. A castle in the mountaintops, rivers and streams. Plucking sunlight from the sky in my pocket. Give it to you later on in the form of a locket. Met her in my dreams. She was my queen. A castle in the mountaintops, rivers and streams. Plucking sunlight from the sky in my pocket. Give it to you later on in the form of a locket. What's going on? What's going on? It's just another fact of life for me, really. It's just another fact of life for me, really. Yeah. One that you wanna listen to. Yeah. One that you wanna listen to. What's going on, man? The freestyle official, dude. What's going on, man? The freestyle official, dude. Yo, 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 yo. The drop of the beat. Yeah. The drop of the beat. Yeah. Thought was fat. ടിപ്പ് ഫോർ ദ ഡേ. പലർക്കും ഒരു ധാരണയുണ്ട്, നമ്മൾ ഈ വെയിറ്റൊക്കെ വാരി വലിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ മസിൽ ഗെയിൻ ചെയ്യും എന്നുള്ളൊരു ധാരണ. അത് തെറ്റാണ്. നിങ്ങൾ മാക്സിമം വെയിറ്റിൽ ഒരു മിനിമം റെപ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽസ് ഗെയിൻ ചെയ്യും. നമുക്കിപ്പോൾ അലക്സിനോട് ചോദിക്കാം. അലക്സേ, ദാ നിൻ്റെ വർക്കൗട്ട് പ്ലാൻ എന്ന് പറയണം പെട്ടെന്ന്. ഞാനും പലരെ പോലെയും ജിമ്മിൽ ബഫ്ഡപ്പ് ആവാൻ വേണ്ടി ജോയിൻ ചെയ്തത്. സോ വൺ തിങ് ഐ കൻ ടെൽ യു ഇസ്, നിങ്ങൾ കൂടുതൽ റെപ്പ് ചെയ്യും തോറും നിങ്ങളുടെ ലീൻ മസിൽസ് ഡെവലപ്പ് ആവും. സോ ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ബഫ്ഡ് അപ്പ്, ട്രൈ ടു ഡു സ്മോളർ നമ്പർ ഓഫ് റെപ്സ്. ഇപ്പം നിങ്ങളുടെ കോച്ച് തരുന്ന റൂട്ടീൻ തന്നെ ഫോളോ ചെയ്തു, പക്ഷേ മാക്സിമം ഒരു റൗണ്ടിൽ 8 to 10 റെപ്സ് മതിയാവും. ബേസിക് ഐഡിയ ഓഫ് ഇറ്റ് ഇസ് ടു ഗിവ് യുവർ മസിൽ സം ടൈം ടു റിലാക്സ് ആൻഡ് ഗ്രോ. പിന്നീട് അത് പറഞ്ഞാൽ പോരാ, ഇവിടെ ഇതൊക്കെ കാണും കേട്ടോ. ഇപ്പോൾ എപ്പോഴത്തെയും പോലെ നമുക്ക് കുറച്ച് ക്വയറീസ് വന്നിട്ടുണ്ട്. അതിൽ നിന്നൊരു 2 എണ്ണം ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് വായിക്കാം. ശ്യാം രാജ്: കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞാനൊരു പെൺകുട്ടിയുമായി ഒരു നല്ല റിലേഷൻഷിപ്പിലായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു. വിദേശത്ത് ഒരു ഒഫീഷ്യൽ ട്രിപ്പിന് പോയപ്പോഴാണ് ഞങ്ങൾ ക്ലോസ് ആയത്. ജോബിൽ എൻ്റെ സീനിയറാണ്. ഞങ്ങൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി അല്ലാതെ അടുത്തു. എല്ലാം സ്മൂത്തായിരുന്നു. പക്ഷേ തിരിച്ച് നാട്ടിൽ ലാൻഡ് ചെയ്തതും അവളുടെ എന്തൊക്കെയോ ചേഞ്ചസ്, ഒന്നും ഇനി അതുപോലെ കണ്ടിന്യൂ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞു. അവളുടെ പെരുമാറ്റവും കുറേ സ്ട്രെയിഞ്ചായി തോന്നി. എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. അവളെ തിരിച്ച് വിൻ ചെയ്യാൻ ഞാൻ എല്ലാ വഴിയും നോക്കി. ഞാൻ ആകെ ഡൗൺ ആണ്. എനിക്കിതിൽ താങ്കളുടെ ടിപ്സ് വേണമെന്നുണ്ട്. ബ്രോ, ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പും ലവ് രണ്ടും രണ്ടാണ്. ബ്രോ ഇതൊരു ലവ് റിലേഷൻഷിപ്പായിട്ട് കണ്ടപ്പോൾ ആ പെൺകുട്ടി ജസ്റ്റ് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ലൈനിലാണ് കാര്യങ്ങൾ കണ്ടത്. ബ്രോയ്ക്കത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ബ്രോ ഒരു പുതിയ ഫ്രണ്ടിനെ കണ്ടുപിടിക്കാം. സെക്കൻഡ് വൺ, ബ്രോ എത്രയും പെട്ടെന്ന് പുതിയൊരു ജോലി കണ്ടുപിടിക്കാം. കാരണം ഇനി ആ പെൺകുട്ടി ബ്രോയെ ആ ജോലിയിൽ വെച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫീൽഡിങ്ങനെ തുറന്ന് കിടക്കല്ലേ ബ്രോ, പുതിയൊരു ഫ്രണ്ടിനെ കണ്ടുപിടിക്കേ. ശീതൾ, വാട്ട് യു തിങ്ക്? ഇപ്പം ആനന്ദ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ ജോലിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു പുതിയ സിറ്റി ആണെങ്കിൽ പോലും ഒന്നൊരു അറ്റ്മോസ്ഫിയർ മാറിക്കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ കുറേ വിഷമങ്ങൾ തീരായിരിക്കും. അപ്പോൾ ഇനിയിപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഇതിനെക്കാട്ടിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് അവിടെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വളരെ നല്ല മെമ്മറീസായിട്ട് മാത്രം കൺസിഡർ ചെയ്തിട്ട് നമുക്കിനി മൂവ് ഓൺ ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഡോണ്ട് വറി. സോ നെക്സ്റ്റ്, വിൻസെൻറ്റ്. എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സുന്ദരിയെ റീസെൻ്റ്ലി ഒരു പാർട്ടിയിൽ ഞാൻ മീറ്റ് ചെയ്തു. തുടക്കമൊക്കെ ഓസം. ഞങ്ങൾ ഇൻസ്റ്റയിൽ കണക്റ്റായി.
2 ദിവസം കഴിഞ്ഞ് ഡേറ്റിനും പോയി. ഈ ആർട്ടിനെക്കുറിച്ചൊക്കെയാണ് ഞങ്ങളന്ന് കൂടുതലും സംസാരിച്ചത്. ആർട്ടിലാണ് എനിക്ക് എക്സ്പെർട്ടീസ്. ഞങ്ങൾ അന്ന് തന്നെ മോഡേൺ ആർട്ട് മ്യൂസിയവും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു. സൂപ്പർ ഡിന്നറും കഴിച്ചു. പക്ഷേ ഇപ്പോൾ അവൾ പറയുന്നു ശനി ഞായറും ഫാമിലി വിസിറ്റിന് പോകണം, മീറ്റ് ചെയ്യാനൊന്നും ഒക്കില്ല എന്ന്. ഐ തിങ്ക് അവൾ എന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണെന്ന്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ആകെ ഒരു ഫിക്സിലായി. ജീവിക്കണമെന്ന് പോലും ഇല്ല. എന്താണ് ബ്രോ ജീവിക്കണമെന്ന് പോലും ഇല്ല എന്നൊക്കെ പറയാം? ബ്രോയുടെ ഇൻട്രസ്റ്റ് ആർട്ടിലാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ പെൺകുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിയാൻ ബ്രോ ശ്രമിച്ചിട്ടില്ല. അതെന്തായാലും ആർട്ടല്ല. ഈ ആർട്ട് മ്യൂസിയത്തിലൊക്കെ പോയിട്ട് സംഗതി കുറച്ച് വെറുപ്പിച്ചിട്ടുണ്ട്. പോട്ടെ, സാരമില്ല. ഇനിയെങ്കിലും ഒരു ഗേൾ ഫ്രണ്ടിനെ കണ്ടെത്തുമ്പോൾ അയാളുടെ ഇൻട്രസ്റ്റ് കൂടി എന്താണെന്ന് അറിഞ്ഞിട്ടൊന്ന് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ശീതൾ. ശരിയാണ്. ചിലപ്പോൾ വിൻസെൻ്റ് വിചാരിച്ച പോലെ ആ കുട്ടിക്കും ആർട്ടിനോട് അത്ര വലിയ താല്പര്യം ഇല്ലായിരിക്കാം. പക്ഷെ അത് കുഴപ്പമില്ല. ഇപ്പം ഇത് പറ്റിയില്ല എന്ന് വെച്ച് ഇനിയിപ്പം നമ്മൾ എത്രയോ ആൾക്കാരെ വിൻസെൻ്റ് കണ്ടുമുട്ടായിരിക്കുന്നു അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടൈം എങ്കിലും ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ കോമൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഐ തിങ്ക് ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് യു വിൽ സക്സീഡ് ഇൻ ഹൂഎവർ യു വാണ്ട് ടു ബി വിത്ത്. ഇന്ന് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ആദ്യം ഇത് പറയണ്ട എന്നാണ് വിചാരിച്ചത്. പക്ഷേ സാധാരണ ഞാൻ നിങ്ങളോടെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. സോ ഇതും പറഞ്ഞു പോവാം എന്ന് വിചാരിച്ചു. മൈ ഫ്രണ്ട്, മൈ ഗുഡ് ഫ്രണ്ട്, എൻ്റെ കോളേജ് മേറ്റ് രഘു, ഞങ്ങൾ റാക്സ് എന്ന് വിളിക്കും. അവൻ മരിച്ചുപോയി. അവന് കോവിഡ് പോസിറ്റീവായിരുന്നു. അവന് US-ൽ മാസ്റ്റേഴ്സ് ചെയ്യായിരുന്നു. ഐ തിങ്ക് മാനേജ്മെൻറ്റ്. ഞങ്ങളിടയ്ക്ക് അവൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടാറുണ്ട്. പാട്ടൊക്കെ പാടി. അവൻ അസാധ്യമായിട്ട് പാട്ടൊക്കെ പാടും. ഹിന്ദി സോങ്സൊക്കെയാണ് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ്. പക്ഷേ കോവിഡ് ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മുടെ അലംനി ഗ്രൂപ്പിൽ മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവന് വയ്യാന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ഹെൽഫയർ ആൻഡ് പക്കോഡാസ്. ഞാൻ ആഴ്ചയിൽ 2 വീഡിയോസാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങൾ ഈ ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. സോ ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി.